ഹലോ, ഋഷീനയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, നമ്മളും സുഖമായിരിക്കുന്നു. ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. ആർക്കും ഒന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തത്, എന്താണ് കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മെൻ്റലി കുറച്ച് ഡൗൺ ആയി പോയി ഞാൻ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണം എന്നുണ്ടായിരുന്നു. കാരണം കുറച്ച് ഒരു വർഷമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. ഞാൻ എല്ലാം നിങ്ങളടുത്ത് വന്ന് ഷെയർ ചെയ്ത ആളാണ്. എല്ലാം പ്രയാസം, സന്തോഷം, എന്താ പറയുക, സങ്കടം എല്ലാം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് അതിനർത്ഥം മിക്കുമായിട്ട് വഴക്കാണ്, പ്രശ്നമാണ്, കൂട്ടാണ്, അങ്ങനെ അല്ല കേട്ടോ. അതായത് അന്ന് മുതൽ ഇക്കാനെയും കൊണ്ട്, ഇനി അങ്ങനെ തന്നെ പറയട്ടെ, ഇക്കാനെയും കൊണ്ട് ഞാൻ ഇക്കാനെ കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ കേൾക്കുന്ന പേരാണ് എൻ്റെ മകനെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ, അവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് വയസ്സാം കാലത്ത് അവരുടെ മകനെയും കൊണ്ടുപോയി എന്ന് പറഞ്ഞ്. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്കാടെ ഉമ്മാടെ നാടാണ് എൻ്റെ നാട്, ഞാൻ എൻ്റെ നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു പൊതുവേ ഉള്ള പറച്ചിലാണ് ഈ ഒരു കാര്യം കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയി. അപ്പോൾ അതെനിക്ക് കേട്ട് 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 നമുക്ക് വല്ലാത്ത വിഷമം. അപ്പോൾ ലാസ്റ്റ് ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞതോടെ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ പേര് ഒന്നും ഇല്ലാതാക്കണം, വേറൊന്നുമല്ല, ഇക്കാക്ക് പറ്റില്ല, ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്ന് ഞാൻ വന്ന പാട് ഇങ്ങോട്ട്, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലോട്ടല്ല വന്ന് ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഒരാഴ്ച താമസിക്കുന്ന അതിനിടയിൽ ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോവാം. പുറത്തൊരു വണ്ടി വന്നിട്ട് ഹോൺ അടിച്ചു വിട്ടു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞപ്പോൾ ഇതിലൊരു തീരുമാനം എന്തായാലും ഉണ്ടാക്കണം, ഇക്ക പോകണം. ഇക്കയും ആയിട്ട് ഒരു പ്രശ്നമില്ലല്ലോ, ഇക്കാനാരും ഒന്നും പറയുന്നില്ല. പക്ഷേ എന്നെ ഇപ്പോഴും അങ്ങനെയല്ല, എന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു മകനുള്ളതിനെ ഞാൻ പിരിച്ചു കേട്ട് 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 മടുത്ത് എനിക്ക്. അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്താ, കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല, ഇക്ക എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇക്ക അവിടെ പോവുക, അവരുമായിട്ട് ഇക്കയുടെ വാപ്പയുമായിട്ട് കറണ്ട് പോയിട്ടോ, ഇക്കയുടെ ഫാമിലിയുമായിട്ട് അവിടെ പോവുക, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇക്കയും കുട്ടികളായിട്ട് ഇരിക്കുക. അങ്ങനെ ആവുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ ഒരു വിഷമം ഇല്ലാതാവും. എന്താണ് അത് ഇക്ക തന്നെ മുൻകൈയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് പുറമെ ഇപ്പോൾ അവനങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവനവിടെ ഇരിക്കാൻ പറ്റാതെ പോയി എന്നൊന്നും ആരും പറയുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പുറമെ ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടായി, ആ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രശ്നക്കാരി അവളായിരിക്കും. അതങ്ങനെയാണ്. ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആരും ചിന്തിക്കില്ല. അതിനകത്ത് എന്തെല്ലാം സംഭവിച്ചെന്നൊന്നും ചിന്തിക്കാനോ നോക്കാനോ പറയാനോ ആരുമില്ല. അവളെ കുറ്റക്കാരി, അവൾ പ്രശ്നക്കാരി, അവൾ അങ്ങനത്തോള്, അവൾ ഇങ്ങനത്തോള്, അവൾ അഹങ്കാരി, ആന ചേന വരും, ഓരോന്നോരോന്നോരോന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികം നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊന്നുമല്ല എൻ്റെ മനസ്സ്. ആരും പറഞ്ഞ് ഇവർ പറഞ്ഞ് അങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വയം എനിക്കൊരു വിഷമം ഉണ്ടാവുന്നു. അത് അപ്പോൾ ഇല്ലാതാക്കാൻ, അത് ചെറിയൊരു കാര്യമാണ്. അത് അപ്പോൾ ഇക്കാക്ക് പറ്റും. ഇക്കപ്പോൾ ഞാൻ പറയല്ലോ, അവിടെ നിന്ന് വന്ന പോലെ അല്ല ഇപ്പോൾ. എന്തുകൊണ്ടും ആരോഗ്യം കൊണ്ടും ഇക്കാൻ്റെ സ്റ്റാൻഡാണെങ്കിലും, അതായത് വരുമ്പോൾ ഇക്ക ഇതുപോലെ ആയിരുന്നില്ല. എന്നാൽ ലാസ്റ്റ് ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞതോടുകൂടി ഇക്ക ആകെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇക്ക അവരുമായിട്ട് കോളാണെങ്കിലും പുറമേ ഇപ്പോൾ അവരുടെ നാടാണെന്ന് ഞാൻ പറഞ്ഞത്, പുറമേ നിന്ന് കാണുമ്പോൾ സംസാരിക്കലും ഒക്കെ ഒന്നുണ്ട്. ഇക്കക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇക്ക മാറി നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇക്ക അവിടെ പോകണം, ഇരിക്കണം, യോജിക്കണം. എനിക്കിങ്ങനെ ഒരു പേര്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇപ്പോൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പുറമേ നിന്ന് കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ പോകുന്നില്ല. അവരുടെ ഫാമിലിയിൽ നടക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷന് വിളിച്ചൊക്കെ പോകുന്നില്ല. അപ്പോൾ അതിനർത്ഥമെല്ലാം പുറമേ വരുന്നത് ഞാൻ തടയിടാണ്, ഞാൻ അങ്ങനെ പോവാതാക്കുകയാണ്, ഞാൻ പിടിച്ചു വെക്കണം, അങ്ങനെയാണ് പുറമേക്ക് വരുന്നത്. അപ്പോൾ അതില്ലാതാക്കണം. അത് ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് അതൊക്കെ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇക്കാനോട് ഒരുപാട് സംസാരിച്ച് നോക്കി, ഒന്നും നടന്നില്ല. ലാസ്റ്റായിരുന്നു ഞാൻ ഇന്നലെ മനസ്സ് എന്താ പറയുക, എനിക്ക് പുറമേ നിന്ന് അങ്ങനെ ഒരു വാക്കും കൂടെ കേട്ടപ്പോൾ അത് വല്ലാത്ത വിഷമമായി. അങ്ങനെ ആ വിഷമത്തിലാണ് ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ഇക്ക കണ്ട്, അപ്പോൾ ഇക്ക പറഞ്ഞ് നീ വിഷമിക്കണ്ട,
എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഇക്ക എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഒന്നുമില്ല, ഇക്ക അവിടെ പോവുക, അവരുമായിട്ട് യോജിക്കുക, സന്തോഷമായിട്ട് പോവുക. പ്രശ്നക്കാരി എന്നും ഞാനാണ്, ഞാൻ അങ്ങനെ തന്നെ നിന്നോട്ടെ. പിന്നെ എൻ്റെ കാര്യം ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയാം. എന്താണ്, ഞാനിപ്പോൾ യോജിക്കണം എന്ന് പറഞ്ഞ കാരണം എനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മുറിവുകളൊക്കെ വേഗം നമുക്ക് ഉണങ്ങിപ്പോവും. വലിയ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് പ്രയാസം ഉണ്ടാവും. എനിക്ക് പെട്ടെന്നൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞു വന്ന എൻ്റെ സിറ്റുവേഷനും ഞാൻ അനുഭവിച്ച കാര്യങ്ങളും. പെട്ടെന്നൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നലത്തെ ഷോർട്ട് വീഡിയോൻ്റെ കാര്യം. പിന്നെന്താ, ഇനി എന്തായാലും വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വലിയ പ്രശ്നം പോലെ ഒന്നുമല്ല. ഈ ഒരു കാര്യം, എൻ്റെ വിഷമം ഞാൻ അറിയിച്ചു എന്ന് മാത്രം. അത്രയ്ക്കുള്ളൂ. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അറിയാലോ, ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇപ്പോൾ ടൈമും കിട്ടുന്നില്ല. പിന്നെ ഓരോരോ പ്രശ്നങ്ങളുകൊണ്ട് മനസ്സൊരു മടുപ്പ് ഒന്നും തോന്നുന്നില്ല. അതാണ് എൻ്റെ സിറ്റുവേഷൻ. പക്ഷെ അങ്ങനെയൊന്നും ഇരുന്നാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് എനിക്കറിയാം. ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഇരിക്കാതെ ഉഷാറായി മുന്നോട്ട് വരണം എന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. ഇത്ര കാലം ഇക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇക്ക ഓക്കെ ആയി, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പഴയ പോലെ തന്നെ ചിരിച്ചു കൊണ്ട് മുന്നോട്ട് പോവാൻ എനിക്ക് സാധിക്കണം. അത്രയൊക്കെ ഉള്ളൂ.